ഉണ്ട്. അപ്പൊ കർക്കിടക മാസത്തിന് ശരിക്കും ധന്വന്തര മാസം എന്നും കൂടെ പറയും. ശരിക്കും കർക്കിടക മാസം എന്ന് പറയുന്നത് പുണ്യമാസമാണ്. അത് കുറെ പേര് പറയാനുള്ള ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്തില് രാവിലെ മുതൽ രാമായണം വായിക്കല്, എല്ലാ വയസ്സായവരും വീട്ടിലായാലും അമ്പലത്തിലായാലും രാമായണം വായിക്കല്, വൈകുന്നേരവും അമ്പലത്തിലെ രാമായണം വായിക്കല്, അത് കുറേ നേരം ഉണ്ടാവും. സാധാരണ പൂജ കഴിഞ്ഞ് നട അടച്ചു കഴിഞ്ഞാലും രാമായണം വായിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. രാവിലെ ആയാലും ഉച്ച വരെ ഉണ്ടാവും. അതേപോലെ തന്നെയാണ് രാത്രിയും വൈകുന്നേരങ്ങളിലും നമ്മുടെ വീടുകളിൽ അങ്ങനെയാണ് മുത്തശ്ശിമാരൊക്കെ ഇരുന്ന് രാമായണം വായിക്കും. അപ്പൊ അത് പുണ്യമാസമല്ലേ. ഈ സമയത്ത് ഈ ഒരു കാലഘട്ടം, ഈ ഒരു ടൈം പീരീഡിൽ, ഒരു മാസം ശരിക്കും ഈ പ്രപഞ്ചത്തിലേക്ക് നെഗറ്റീവ്സ് പോണത് വളരെ കുറവാണ്, വളരെ വളരെ കുറവാണ്. എന്നുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആരും പരദൂഷണം പറയുന്നില്ല. ആ സമയത്തൊക്കെ രാമായണം വായിക്കുകയാണ് ചെയ്യുന്നത് വീടുകളിലും അതേപോലെ തന്നെ. അപ്പൊ അത് പുണ്യമാസമാണ്. അതേപോലെ ധന്വന്തരി മാസം എന്നും കൂടെയാണ് പറയുന്നത്. ധന്വന്തരി മാസം എന്ന് പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് കാലാവസ്ഥയുടെ ഇത് കാരണം നമുക്ക് പ്രതിരോധം കുറയുക എന്നുള്ളതാണ്. വൺസ് അപ്പോൺ എ ടൈം അങ്ങനെയായിരുന്നു. കാലഘട്ടം മാറും. ഇപ്പോ മഴയൊന്നുമില്ല, അപ്പൊ പനികൾ വരല് കുറവാണ്. എന്നിരുന്നാലും നമ്മുടെ ഓർഗൻസ് വർഷത്തിൽ ഒരു പ്രാവശ്യം നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് ഒരു റെസ്റ്റ് എടുക്കുന്ന ഒരു സമയമുണ്ട്. ഇത് ഞാൻ പറയണതല്ല കേട്ടോ, സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ സമയത്ത് നമ്മള് അതുകൊണ്ടാണ് എന്താ പറയാ, ഈ ഉഴിച്ചല്, കഷായം അങ്ങനത്തെയൊക്കെ കുടിക്കണം. അതേപോലെ തന്നെയാണ് ഇപ്പൊ ഞാൻ പറയുന്ന പോലെ ചക്ര. ഇപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട എന്റെ ചക്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചെയ്തു നോക്കുക, തീർച്ചയായിട്ടും അതിന്റെ ഗുണം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ധന്വന്തരി മാസം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാത്തിനും ആരോഗ്യം അനുഗ്രഹിക്കാൻ വരുന്നൊരു ദേവിയാണ് ധന്വന്തര മാസം എന്ന് പറയുന്നത്, ഈ ഒരു മാസം. അപ്പൊ അതിന്റെ രീതിയിൽ ചെയ്യാം. ഇവിടെ എല്ലാ മതക്കാരും ഉണ്ട്. അവരവർക്ക് അതാത് മതക്കാർക്ക് പറ്റിയ രീതിയിലാണ് നമ്മൾ മന്ത്രം എടുക്കുന്നത്. അതേപോലെ തന്നെ നാളെയാണ് നമ്മൾ തുടങ്ങുന്നത്. താല്പര്യമുള്ളവർ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക.